അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായിരിക്കുന്ന കൈ. ഇത് ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി. എസ്ര 8:22. ഞങ്ങളുടെ ദൈവത്തിൻ്റെ കൈ അവനെ അന്വേഷിക്കുന്ന ഏവർക്കും അനുകൂലമായിരിക്കും. എസ്രയും സഹയഹൂദന്മാരും ബാബിലോൺ പ്രവാസത്തിൽ നിന്ന് യെരുശലേമിലേക്ക് മോശയുടെയും യോശുവയുടെയും നേതൃത്വത്തിൽ മിസ്രൈമിൽ നിന്ന് വാഗ്ദത്ത നാട്ടിലേക്ക് ചെന്ന് അവകാശമാക്കിയതുപോലെ മടങ്ങി വരികയാണ്. സംരക്ഷണത്തിനായി സായുധ സേനയെ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കുവാൻ എസ്ര തീരുമാനിച്ചു. ഈ സൈന്യവ്യൂഹവും ബാബിലോൺ രാജാവ് ഫ്രീ ആയി വാഗ്ദാനം ചെയ്തതാണ്. മരുഭൂമിയിൽ താമസിക്കുന്ന പ്രദേശവാസികൾക്ക് അന്നും ഇന്നത്തെ പോലെ മരുഭൂമിയിലൂടെയുള്ള യാത്ര വളരെ അപകടകരമായിരുന്നു. യാത്രക്കാർക്ക് എപ്പോഴും ഒരു സൈന്യവ്യൂഹത്തിൻ്റെ അകമ്പടി ഉണ്ടായിരിക്കണം. എന്നാൽ ദൈവത്തിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് ബാബിലോൺ ചക്രവർത്തിയോട് അത്രയധികം സംസാരിച്ചിട്ടുള്ളതിനാൽ സൈന്യത്തെ ചോദിക്കുന്ന ലജ്ജയായി എസ്രയ്ക്ക് തോന്നി. ഇന്നുള്ള പ്രവാചകന്മാരെ പോലെ ദൈവം നിന്റെ സകല സാമ്പത്തിക പ്രതിസന്ധികളും പൂർണ്ണമായി തീർത്തരും എന്ന് പ്രസംഗിച്ചിട്ട് സ്വോത്രകാഴ്ച എടുപ്പിക്കുന്ന പാസ്റ്റർ അല്ല എസ്ര ശാസ്ത്രി. അതുകൊണ്ട് നിരീശ്വരവാദികളും മറ്റും ദൈവത്തെ കളിയാക്കുന്നത് പാവപ്പെട്ടവനെ പണക്കാരനാക്കാമെന്ന് പറഞ്ഞ് പണം വാങ്ങി സമ്പന്നനായവൻ ആണ് ദൈവം എന്നാണ്. പഴയ നിയമത്തിൽ ഒറ്റ യുദ്ധം പോലും കൈക്കരുത്തുകൊണ്ട് ആയുധബലം കൊണ്ടും ജയിച്ചിട്ടില്ല. എല്ലാ യുദ്ധവും ജയിച്ചിരിക്കുന്നത് ദൈവത്തെ അറിയുന്ന മനുഷ്യരാലാണ്. അങ്ങനെ ദൈവത്തെ അറിയുന്ന മറ്റൊരു മനുഷ്യനാണ് എസ്ര. എസ്ര വചനം അറിയുന്നവൻ മാത്രമല്ല, തനിക്ക് കിട്ടിയ അറിവ്, വചനത്തിൻ്റെ അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവൻ കൂടിയാണ്. എസ്ര നമ്മെ പഠിപ്പിക്കുന്നത് ഉപവാസം അധികം പ്രാർത്ഥന അധികം വിശ്വാസം സമം ദൈവം നമ്മോടുകൂടെ. ഇന്ന് അവൻ്റെ ശബ്ദം നിങ്ങൾക്കായി ഇതാണ്. യാചിപ്പിന്നെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. യാചിപ്പീനെന്നാൽ ലഭിക്കും, അന്വേഷിപ്പീൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും, സ്വർഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. ദൈവം ഇത് നിങ്ങളുടെ സകല പ്രാർത്ഥനയും അവൻ്റെ ശബ്ദത്തിനൊക്കെ അരുളുമാറാകട്ടെ.